നമസ്കാരം. നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ കസ്റ്റഡിയിൽ. മലപ്പുറം സ്വദേശി അഭിജിത്താണ് പോലീസിന്റെ പിടിയിലായത്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ദിലീപിന്റെ ആലുവയിലെ കൊട്ടാരക്കടവിലെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ചു കയറിയത്. വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കുടുംബം നൽകിയ പരാതിയിൽ ആലുവ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അഭിജിത്ത് മദ്യലഹരിയിലായിരുന്നുവെന്നും മോഷണമായിരുന്നില്ല ഉദ്ദേശമെന്നും പോലീസ് പറയുന്നു. രാത്രി വീടിന്റെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ ശ്രമിച്ച ഇയാളെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു നിർത്തുകയും ആലുവ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നാണ് വിവരം. ഇതിനിടെ നടൻ ദിലീപ് 8ാം പ്രതിയായ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് 21-ന് പരിഗണിച്ചിരുന്നു. വർഷങ്ങളോളം നീണ്ട പ്രക്രിയകൾക്കൊടുവിൽ കേസിലെ അന്തിമവാദം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ ആരോപണങ്ങളെ സംശയ നിവാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ നടപടികളും പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ തന്നെ വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട ദിലീപിന്റെ വിധി എന്താകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 1ാം പ്രതിയായ പൾസർ സുനിയുടെ മൊഴി അടക്കം സുപ്രധാനമായ തെളിവുകൾ ദിലീപിനെതിരായി ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ താരത്തിനെതിരെ ഒരു തെളിവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. 2017 ഫെബ്രുവരിയിലാണ് കേരളത്തിൽ ഞെട്ടിച്ച ആക്രമണമുണ്ടായത്. കൊച്ചിയിലെ തിരക്കേറിയ റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പേരാണ് പ്രതികളായിട്ടുള്ളത്. ആദ്യ കുറ്റപത്രത്തിൽ ദിലീപ് പ്രതി അല്ലായിരുന്നുവെങ്കിലും വിശദമായ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കുകയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. 85 ദിവസത്തോളം റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞതിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. 7 വർഷത്തോളം നീണ്ടുനിന്ന ജയിൽവാസത്തിനു ശേഷം പൾസർ സുനിയും നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. ഇതോടെ കേസിലെ പ്രതികളെല്ലാം തന്നെ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്താണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു കർശന വ്യവസ്ഥകളോടെ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. 2 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ഒരാളെ കേസിൽ മാപ്പുസാക്ഷിയാക്കുകയും ചെയ്തു. തന്റെ വിവാഹബന്ധം താറുമാറാക്കിയതിലുള്ള വൈരാഗ്യത്തിന്റെ പുറത്താണ് ദിലീപ് നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷൻ കൊടുത്തത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്താണ് കേസിൽ നിർണായകമായത്. ദിലീപിന് എഴുതിയ കത്തിൽ കേസിൽ നടന്റെ പങ്കിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് കേസിൽ ദിലീപ് അറസ്റ്റിലായത്. നടിയെ ആക്രമിക്കുവാൻ വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തിയെന്നും അതിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെ അതീവ ഗുരുതരമായ കുറ്റങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഫ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിയത്. 2018-ലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് CBI അന്വേഷണമെന്ന ആവശ്യവുമായി ദിലീപ് കോടതിക്ക് മുമ്പാകെ എത്തിയത്. എന്നാൽ സിംഗിൾ ബെഞ്ച് ആവശ്യം തള്ളി. ഇതേ തുടർന്ന് 2019-ൽ ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ദിലീപിന്റെ ആവശ്യം സംസ്ഥാന സർക്കാർ ശക്തമായ ഭാഷയിൽ തന്നെ എതിർത്തു. കേസിലെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും അത് തടസ്സപ്പെടുത്താൻ അനുവദിക്കരുത് എന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. തനിക്കെതിരെ കേസ് എടുത്തതിലെ അടക്കം ഗൂഢാലോചനയുണ്ടെന്ന് ദിലീപ് വാദിച്ചെങ്കിലും ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല. അതേസമയം മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ അടക്കമുള്ള അന്വേഷണവും നേരത്തെ സമാന്തരമായി നടന്നിരുന്നുവെങ്കിലും കാര്യമായ പുരോഗതിയുണ്ടായില്ല.